السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واشكروا نعمة الله إن كنتم إياه تعبدون. صدق الله المولانا العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. قال نبينا وحبيبنا محمد صلى الله عليه وسلم: لا يشكر الله من لا يشكر الناس، والتحدث بنعمة الله شكر، وتركها كفر، والجماعة رحمة، والفرقة عذاب. സയ്യിദുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമുക്ക് മുട്ട വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സഫർ തിങ്കൾ പറഞ്ഞിട്ട് ഇനി ഒരു തിങ്കളോടുകൂടി പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ ലോക മുസ്ലിമീങ്ങവും സന്തോഷിക്കുന്ന ആ തിങ്കൾ നിങ്ങൾക്ക് വന്നുകൊണ്ടുണ്ട്. റബീഉൽ അവ്വൽ ബണ്ടയ്ക്ക് മുന്നോളൂ ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഷഫാഅത്ത് ആഗ്രഹിച്ചിട്ട് ദുനിയാവിലും ആഖിറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ആഗ്രഹിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധമായ ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നോളൂ ഷെയർ ആക്കുക. ഈ വീഡിയോ മുഖാന്തര ನಾನು ಉದ್ದೇಶಿಸಿಕೊಂಡಿಲ್ಲ. അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ചതിനെ യാറ ചന്തത്തിൽ വിശദീകരിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോൾ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലായിട്ടിക്കിടും. അതിന് കാരണം പരിശുദ്ധ ഖുർആൻ്റെ ഒരു നിർദ്ദേശമായിട്ടിക്കിടും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹൽ 114 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല: വഷ്കുറു നിഅമത്തല്ലാഹ് ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുടെ നിഅമത്തിക്ക് ശുക്റാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിഅമത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിക്ക് നിങ്ങൾ ശുക്റാക്കണം. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുടെ ആരാധിക്കുന്ന ആൾമാരുണ്ടായെങ്കിൽ, പടച്ചുകൊണ്ട് ആരാധിക്കുന്ന ആൾമാരുണ്ടായെങ്കിൽ നിങ്ങൾ അള്ളാഹുടെ നിയമത്തിക്ക് ശുക്റാക്കണം എന്നിട്ട് അള്ളാഹുടെ വളരെ കർശനമായ ഒരു നിർദ്ദേശമായിട്ട് ഈ ആയത്തിൽ നമുക്ക് ചൊല്ലും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ ചൊല്ല്: മല്ലാ ലാ യഷ്കുരില്ലാ മല്ലാ യഷ്കുരിന്നാസ്. മനുഷ്യന്മാർക്ക് ശുക്രില്ലാത്തവൻ അവൻ അള്ളാഹു ശുക്രാക്കലാണ്. വത്തഹദ്ദുസ് ബിനിഅമത്തില്ലാഹി ശുക്റുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നങ്കാക്കിയ നിഅമത്തുകൾ എടുത്തു ചെല്ലതും ഒരു ശുക്റായിട്ടിരിക്കും. അള്ളാഹു തആല നമുക്ക് ചെയ്ത ഒരു നിഅമത്തുകൾ എടുത്തു ചെല്ലതും ശുക്റും. വതർക്കുഹാ കുഫ്റുൻ. അള്ളാഹു ആക്കിയ നിഅമത്തുകൾ അത് മറച്ചു വെക്കണോ, അത് ചെല്ലാണ്ടതയ്ക്കറോ, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കറോ, അതൊരു നന്ദികേടായിട്ടിക്കിട്, കൃതജ്ഞതാ മനോഭാവമായിട്ടിക്കിട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസിൽ ചൊല്ലി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അതുപോലെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു എല്ലാം റിപ്പോർട്ടാക്കിയ ഹദീസായിട്ട് കിടന്നു. അപ്പോൾ ഇതിൽ വന്നോ ഈ ഹദീസിലും ഈ ആയത്തിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു നിഅമത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിക്ക് ശുക്ർ ചെയ്യടോ. എങ്ങനെയല്ല ആ നിഅമത്തിൽ നിങ്ങൾ എടുത്തു ചൊല്ലതും ഒരു ശുക്റായിട്ടിക്കിട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന ഈ ഹദീസിൽ നമുക്കത് മനസ്സിലാവും.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയ നിഅമത്ത് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ഖുർആനിൽ അത് ചൊല്ല്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ല വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹുടെ നിയമത്തുക്ക് നിങ്ങൾ ആ നിയമത്തിൽ നിങ്ങൾ എടുത്ത് ചൊല്ലണം. അള്ളാഹു ആക്കിയ അള്ളാഹു നിങ്ങൾക്ക് തന്ന നിയമത്തിൽ നിങ്ങൾ എടുത്ത് ചൊല്ലണം. അതിനെ നിങ്ങൾ മറച്ചു വെക്കണ്ട. ചെന്നിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ളുഹാൽ നിങ്ങൾക്കതിൽ ചൊല്ല്. അപ്പോൾ ഒരു നിയമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിയമത്താക്കിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിൽ എടുത്ത് ചൊല്ലോ. അതൊരു ശുക്രായിട്ട് കിട്ടും. ആ നിയമത്തിൻ്റെ ಬಗ್ಗೆ ആൽമാരൊട്ടിಗೆ വ്യാഖ്യാനിക്കരു ಅದು ഒരു ಶುಕ್ರಾയിട്ട് കിട്ടും. ഇമാം സുയ്യൂത്തി റളിയല്ലാഹു അൻഹു ചൊല്ല് വശുക്രു ലില്ലാഹി യഹ്സുലു ബി അൻവാഇൽ ഇബാദത്തി. അതേപോലെ പല ഇബാദത്തുകളെ കൊണ്ടും ശുക്ർ ഉണ്ടാവുള്ളൂ. ഏതുപോലെ സുജൂദി ശുക്രിൻ്റെ സുജൂദാക്കണം. നങ്ങ ഒരു നിയമത്ത് കിട്ടിയെങ്കിൽ ശുക്രിൻ്റെ സുജൂദ്. അതേപോലെ നോമ്പ് നങ്ങ നോക്കട. നോമ്പ് നോക്കിയിട്ട് അതൊരു ശുക്രായിട്ട് കിട്ടും. അതൊരു ഇബാദത്ത്. സ്വതക്കത്തി അതേപോലെ ഞങ്ങൾ ഒരുപാട് സ്വതക്കുകളാക്കട. അതൊരു ഇബാദത്ത്. അതൊരു ശുക്രായിട്ട് കിട്. തിലാവത്തി പരിശുദ്ധ ഖുർആൻ ഓതര അതൊരു ശുക്രായിട്ട് കിട്. ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുയ്യൂത്തി റളിയല്ലാഹു അൻഹു അത് ശുക്റിനെ ಬಗ್ಗೆ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ ഭാഗത്തിൽ അതും കൂടി ചെല്ലും. അപ്പം ഞാൻ ചെന്നിട്ട് വന്നു ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു വഷ്കുറു നിഅമത്തല്ലാഹ്. നിങ്ങൾ അള്ളാഹുടെ നിയമത്തുക്ക് ശുക്രാക്കണം. അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു നിയമത്ത് വലിയ സന്തോഷമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് അള്ളാഹു മാത്രമല്ല മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു നിയമത്താക്കിയെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പാക്കിയെങ്കിലും അതുക്കും ഒരു നിങ്ങൾ ഒരു ശുക്രാക്കണം. അത് ആ രൂപത്തിലുള്ള ശുക്ർ. അള്ളാഹുടെ നിയമത്തുക്കും ശുക്രാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്. ഇനിയുള്ള പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ഈ റബീഉൽ അവ്വൽ തിങ്കൾ മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ചൊല്ല് വഅയ്യു നിഅമത്തിൻ അഅളമു മിനൻ നിഅമതി ബിബുറൂസി ഹാദൻ നബിയ്യിർ റഹ്മത്തി ഫി ദാലിക്കൽ യൗം. നോക്കൂ എത്ര ചന്താക്കിയിട്ട് മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ചൊല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ റഹ്മത്തുൽ നബിയായോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ ഭൂമി ലോകത്തേക്ക് ബണ്ടത്ര കാണ ഏറ്റവും വലിയ നിയമത്ത് വേറെന്തരുണ്ട്? അത്ര കാണ വലിയൊരു നിയമത്ത് ഇല്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ച് വന്നതേ ഈ ലോകത്തെ ചിത്രണമേ ചേഞ്ച് ചെയ്ത്. എന്തെല്ലാം അനാചാരങ്ങളും വേണ്ടാത്ത കാര്യങ്ങളുള്ള ഇന്ന് ഒരു ജനത്തരമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചേഞ്ചാക്കി വിട്ടു. അപ്പോൾ ഏറ്റവും വലിയ നിയമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് കിട്. ആ നിയമത്ത് ശുക്ർ ചെയ്തതായിട്ട് കിട് ലോകത്തെ മുസ്ലിമിങ്ങ ആക്കിക്കൊണ്ടുള്ളൂ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോൾ മുഅ്മിനായ എല്ലാ ഔത്തുലും മുഅ്മിനീങ്ങളെ എല്ലാ ഔത്തിലും സന്തോഷമാണ്. ഒരു വലിയൊരു റാഹത്ത്, ഒരു സന്തോഷമാണ്. അത് ആ സന്തോഷത്തിന് ശുക്രായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ ചൊല്ലു. വത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ ചെത്തല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേച്ചളുടെ ഹദീസ് നവോദിയല്ലേ. അള്ളാഹുടെ നിയമത്തുകൾ അത് എടുത്തു ചെല്ലതും ഒരു ശുക്രായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെല്ലാം പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോൾ എന്താക്കിടാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദഹും നബി തങ്ങളുടെ ജനന സംഭവം ഉണ്ടായ ജനനങ്ങളും നബി തങ്ങളുടെ മുഅ്ജിസത്തും ഇങ്ങനെ പല കാര്യങ്ങളെല്ലാം ചെന്നിട്ട് വലിയ സന്തോഷിക്കിടാറ് മൂമിനിങ്ങൾ. ലോകത്തുള്ള എല്ലാ മൂമിനിങ്ങളും സന്തോഷിക്കിട ഒരു തിങ്കളായിട്ട് ഇങ്ങോട്ട് നെക്സ്റ്റ് നമുക്ക് ബണ്ട തിങ്കൾ റബീഉൽ അവ്വൽ. പരിശുദ്ധ ഖുർആൻ അത് ചൊല്ല് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഖുൽ തങ്ങ ചെന്നു കൊടുക്കൂ നബിയെ, സമുദായത്തിന് ഒന്ന് ചെന്നു കൊടുക്കൂ. ബിഫദ്ലില്ലാ അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഈ ലോകത്തേക്ക് ഇറങ്ങിയത് വലിയ സന്തോഷമാണ്. അതുകൊണ്ടും അതുപോലെ വബിറഹ്മതിഹി ഖുർആൻ ഇവിടെ നമുക്ക് വിശദീകരിച്ച് തന്നോ റഹ്മത്തായിട്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും നിങ്ങൾ ഫബിദാലിക ഫല്യഫ്റഹു അതുകൊണ്ട് അങ്ങ് സന്തോഷിക്കട്ട്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ബാക്കി ദുനിയാവിൽ പല നിഅമത്തുകളും പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാണ് ഏറ്റവും വലിയ ഖൈറായ സന്തോഷ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ. അതുകൊണ്ടും അതേപോലെ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ അങ്ങ് സന്തോഷിക്കട്ട്, അങ്ങ് കൊശിപ്പെടട്ട് എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല. ഇവിടെ റഹ്മത്ത് ചെല്ലത് നബി തങ്ങാ ചെല്ലയിൽ സംശയമില്ല. കാരണം ഖുർആനിലെ ചെല്ലല്ലേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ തങ്ങളെ തങ്ങ ഈ ഭൂമിക്ക് അവതീർണാക്കിടോ ഈ ലോകത്ത് റഹ്മത്തായിട്ട്, ഈ ലോകത്ത് വലിയൊരു കരുണ ഉള്ള കരുണയായിട്ട് റഹ്മത്തായിട്ട് നിങ്ങളെ തങ്ങ അവതീർണാക്കിയോ, നിങ്ങളെ കടത്തിയോ ചെന്നിട്ട് ഖുർആനിലെ ചെല്ലല്ലേ. അപ്പോൾ റഹ്മത്ത് അത് മാത്രമല്ല, വേറെ ഒരുപാട് തഫ്സീറിൽ മുഫസ്സിരിങ്ങ ചൊല്ലാറ്. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. മഹാന്മാരായ മുഫസ്സിരിങ്ങളിൽ ചൊല്ലാറ് ആ വിഷയത്തിൽ കിടക്കിടകത്തിയില്ല. അപ്പോൾ മഹാനായ ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ ചൊല്ല് യാ അയ്യുഹന്നാസ് ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാത്ത്. ഞാൻ നിങ്ങൾക്ക് ഒരു റഹ്മത്തായിട്ട് കിട്ടും, അള്ളാഹുടെ ഭാഗത്തിൽ കിട്ടിയോ ഒരു ഗിഫ്റ്റ്, ഒരു വലിയൊരു റഹ്മത്തായിട്ട് കിട്ടുന്നതാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അപ്പോൾ അള്ളാഹുടെ റഹ്മത്ത്, അള്ളാഹുടെ നിഅമത്ത്, ആ നിഅമത്തും റഹ്മത്തും വന്ന കാരണത്തിൽ ലോകത്തുള്ള മുഅ്മിനീങ്ങ സന്തോഷിക്കിടാറ്, ലോകത്തുള്ള മുഅ്മിനീങ്ങ ശുക്ർ പെടാറ്, അള്ളാഹു ശുക്രായിക്കിടാറ്. ശുക്ർ പല രൂപത്തിലും ആക്കിടാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പരിശുദ്ധ ഖത്മുൽ ഖുർആൻ ഓതിയിട്ട് സന്തോഷിക്കിടങ്ങുള്ളാറ്. അത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ചെന്തല്ല ശുക്ർ ചെല്ലത് ഖുർആൻ ഓതിയിട്ടും ശുക്രാക്ക. അങ്ങനെ ചില ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ യാസീൻ ഓതിയിട്ടും ഖുർആൻ ഓതിയിട്ടും ഖത്ം തീർത്തിട്ടും നബി തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചെന്നിട്ടും അങ്ങനെ ശുക്രാക്കണങ്ങുള്ളാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുത്തിട്ടു, നബി തങ്ങളുടെ പേരിൽ സ്വതക്ക കൊടുത്തിട്ടു, അങ്ങനെയും ശുക്രാക്കണങ്ങുള്ളാറ്. അത് ചെന്തല്ലോ സ്വതക്കത്തീൻ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ചൊല്ലല്ലേ ശുക്ർ സ്വതക്ക കൊണ്ടുണ്ടാവുള്ളൂ. അങ്ങനെ പല രൂപത്തിലും എന്താക്കിടാറ് ആൾമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, നബി തങ്ങൾ ആ നിയമത്തിൽ എടുത്തു ചെല്ലത് അതും ഒരു ശുക്ർ എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഴിപാട്ടി തന്നില്ലേ, ഇതെല്ലാം ഒരു ശുക്രായിട്ട്. ഈ രൂപത്തിലുള്ള ലോകത്തുള്ള മുഅ്മിനീങ്ങ പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ വലിയ ശുക്രാക്കിടാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ കുറേ ചെല്ലതും, നബി തങ്ങളുടെ മുഅ്ജിസത്ത് ചെല്ലതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈയക്തികമായ ജീവിത ചരിത്രങ്ങൾ ചെല്ലതും, നബി തങ്ങളുടെ മഹത്വം ഈ ലോകത്തേക്ക് ചെല്ലതും, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ലോകത്തേക്ക് വന്ന നിഅമത്ത് ഒരു ശുക്രുടെ ഭാഗമായിട്ട് കിട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ഒരു വീഡിയോ മുഖാന്തര, ഈ ക്ലാസ് മുഖാന്തര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ നിഅമത്ത് ശുക്ർ ചെല്ല ഒരു ഉദ്ദേശത്തിലും, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടണോ ചെല്ലോ ഒരു നിയത്തിലും ഇൻഷാ അല്ലാഹ് ഇങ്ങനെ സഫർ തിങ്കൾ എല്ലാ ഓരോ നാളായിട്ടും ചെറിയ ചെറിയ വീഡിയോകൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കടത്തുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ജന്മദിനത്തുണ്ടായ അത്ഭുതങ്ങളും ആ മഹത്വങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതെല്ലാം ഓരോന്നായിട്ട് കുറേ വിഷയങ്ങളൊക്കെ ചെല്ലാം. ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചെന്നിട്ട് തീർക്കുക ഈ ലോകത്താർക്കും സാധ്യമില്ല ചെല്ലത് അത് നിസ്സംശയ, അത് തർക്കില്ലാത്തൊരു വിഷയമായിട്ട് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ആയിഷ ബീബിയുടെ കേട്ടപ്പോൾ ആയിഷ ബീബി ചൊല്ലു കാന ഖുൽഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഇന്നത് ചൊല്ലുകയില്ല, അത് പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ എങ്ങനെ ഉണ്ട് അങ്ങനെ ആയിട്ട് നബി തങ്ങളുടെ ജീവിതം, ഖുർആൻ എങ്ങനെ അതേ നബി തങ്ങളുടെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് ഇന്നതും ചെന്നിട്ട് എണ്ണി ചെല്ലകൂ അത് സാധ്യമേ അല്ല. അത്രത്തോളം ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് ഇങ്ങനെ ചെല്ലുക തുടങ്ങിയിട്ട് അയാളെ ദിഗ്ഭ്രമ ആവിടും, അയാൾ പരിഭ്രമിച്ചിട്ട് അയാൾ ചെല്ല് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. നൻ്റെ അറിവ് വെച്ചിട്ട് നോക്കുമ്പോൾ എന്ത് ചെന്നിട്ടും ഇവിടെ എത്തില്ല. നാച്ചുറൽ ഇത്തരമേ അന്നഹു ബശറുൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർണരിൽ പരിപൂർണനായ മനുഷ്യനായിട്ട് കിട്, ഒരു കുറവില്ലാത്ത ഒരു നുഖ്സാനും ഇല്ലാത്ത പരിപൂർണനായ മനുഷ്യൻ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പടച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഒരു സൃഷ്ടി,
അതരക്കാണ് വലിയൊരു ഹൈറായ സൃഷ്ടി അല്ല പടച്ചിട്ടുമില്ല പടക്കുകയില്ല. ഇത്ര മാത്രമേ നാച്ചുണ്ടോ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ള തൻ്റെ ആ അശക്തത, തൻ്റെ പരാജയത്തെ സമ്മതിക്കരുത് ബുറുദയിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ചെന്നിട്ട് ആർക്കും തീർക്കുക സാധ്യമില്ല. നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് തീരനുസരിച്ചിട്ട് കുറേ വിഷയങ്ങൾ ആ ഒരു സന്തോഷത്തെ ഭാഗമായിട്ട് ചൊല്ലുകയും കേൾക്കുകയും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്തിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.